നമ്മുടെ വീട്ടിൽ ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ? 10-20 വർഷമായിട്ട് നമ്മൾ ശീലിച്ചു പോകുന്ന കുറച്ച് രീതികൾ. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നമ്മുടെ വീടിൻ്റെ വൈബേ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ഫീൽ ഗുഡ് ഹോം എന്നൊക്കെ പറയാറില്ലേ? ആ രീതിയിൽ നമ്മുടെ വീടിനെ ആക്കി തീർക്കാൻ നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു 8 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ആദ്യത്തേത് ചെറിയ കാര്യമാണ്, എന്നാലും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. രാവിലെ തന്നെ നമ്മുടെ ഫ്രഷ് എയർ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ജനലൊക്കെ ഒന്നങ്ങ് തുറന്നിടുക. ഇപ്പം ന്യൂസിൽ പാമ്പ് വരുന്നതൊക്കെ കേട്ടത് കൊണ്ട് തന്നെ ജനലേ തുറക്കുന്ന രീതി നമ്മളങ്ങ് മാറ്റിയിട്ടാണ് ഉള്ളത്. അത് ഓരോരുത്തരുടെ ചുറ്റുപാടിനെ അനുസരിച്ചിരിക്കും. ഒരു ദിവസം മുഴുവൻ ജനൽ തുറന്നിട്ടിട്ട് നമ്മൾ വെളിയിലേക്ക് പോകണമെന്നൊന്നുമല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും ജനലൊക്കെ ഒന്നങ്ങ് തുറന്നിടുക. ചില വീഡിയോയിൽ നമ്മൾ കാണാറില്ലേ, ഈ ജനലൊക്കെ തുറക്കുമ്പോൾ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ അകത്തേക്ക് വരുന്നൊരു കാഴ്ച. ഭയങ്കര വൈബല്ലേ? പക്ഷേ ഈ സൂര്യനും ഈ വീടും ഒക്കെ നമുക്കും ഉള്ളത് തന്നെയല്ലേ? നമുക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. നാട്ടുകാരെ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആ ഒരു സൂര്യൻ്റെ കിരണങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഉണ്ടാവും. എല്ലാം അടച്ചിട്ട് ഫാൻ ഇടലോ AC ഇടലോ ഒക്കെ നമുക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കൂളിംഗ് ആണ്. പക്ഷേ നേരെ മറിച്ച് ഇതെല്ലാം നമ്മൾ ഓഫ് ചെയ്തിട്ട് ജനലൊന്നും തുറന്നു നോക്ക്, നമ്മുടെ മനസ്സിന് എന്തോ ഒരു സന്തോഷം തരുന്നൊരു കാര്യമല്ലേ? ഇനി രണ്ടാമത്തേത്, നമ്മുടെ ബെഡൊക്കെ എപ്പോഴും നീറ്റായിട്ട് വിരിച്ചിടുക എന്നുള്ളതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ യൂസ് ചെയ്തത് നമ്മൾ വിരിച്ചിടുക. ബെഡൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ആ വിരിയൊക്കെ മടക്കി അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുക. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും, പക്ഷേ ചെയ്യാതെ എഴുന്നേറ്റ് വരുന്നവരും ഉണ്ടാകും. മക്കളെ കൊണ്ടും നമ്മളതങ്ങ് ശീലിപ്പിക്കുന്നത് നന്നായിരിക്കും. അവർ യൂസ് ചെയ്തത് അവർ തന്നെ മടക്കിയിട്ട് ശീലിക്കട്ടെ. ഇനി രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീടാണ് അടിച്ചു വാരാൻ വരുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. കാരണം ഏത് നേരത്താണെങ്കിലും നമ്മളിപ്പം എഴുന്നേറ്റ ഉടനെ തന്നെ വിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമ്മൾ രാവിലത്തെ വർക്കൊക്കെ കഴിഞ്ഞ് നേരെ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഈ പൊടിയൊക്കെ മുട്ടി അടിച്ചു വാരുന്നതിൻ്റെ മുന്നേ ഇതെല്ലാം ഒന്നങ്ങ് നീറ്റാക്കിയിട്ട് വെക്കുക. ഇനിയിപ്പോൾ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മുടെ ബെഡ്റൂമോ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ഏരിയ കാണുമ്പോൾ ഉള്ള ആ ഒരു വൃത്തിയല്ല പറയുന്നത്. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മുടെ കുളിയും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുക നമ്മുടെ ബെഡ്റൂമിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് സ്പേസ് തന്നെയായിരിക്കും. അപ്പോൾ അവിടെ വീണ്ടും നമുക്ക് ഇരിക്കാനോ അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ ടൈം നല്ല പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നല്ല ഉഷാറോടുകൂടി നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാനും ഈ ഒരു ചെറിയ കാര്യങ്ങളിൽ നമ്മൾ മാറ്റം വരുത്തിയാൽ മതി. ഇതൊരു വിരിമടക്കുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മളിപ്പം വീട്ടിൽ എന്തൊന്നാണെങ്കിലും ഒരു ഇൻപ്രോപ്പറായിട്ട് കിടക്കുകയാണെങ്കിൽ അതിനോട് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് തോന്നില്ല. ഇപ്പം നമ്മൾ അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് സിങ്കിലൊക്കെ ഇങ്ങനെ പാത്രങ്ങളൊക്കെ വലിച്ചിട്ടുക എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ കഴുകാനുള്ള ബാക്കി പണി ഉണ്ടാവും. പക്ഷേ നമ്മളത് അവിടെ ഇട്ട് വെച്ചിട്ട് വേറൊരു പണിക്ക് പോയിട്ട് പിന്നീട് അടുക്കളയിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു സുഖം തോന്നില്ലല്ലോ. നമുക്ക് നമ്മുടെ അടുക്കളയാണെന്നുള്ളൊരു ഫീല് തോന്നണമെങ്കിൽ നമ്മളെല്ലാം അത് അതിൻ്റേതായ രീതിയിൽ വെക്കുമ്പം തന്നെയാണ് നടക്കുക. അതുപോലെ തന്നെയാണ് നമ്മളെ ആറിയിട്ട തുണിയില്ലേ, അത് മടക്കുന്ന കാര്യത്തിലും ഇങ്ങനെ വലിച്ചു വാരിയിട്ട് അല്ലെങ്കിൽ അയലുമൊന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ കിടക്കയിലോ അല്ലെങ്കിൽ നമ്മുടെ ചെയറിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ മടക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ദിവസം പിന്നെ എല്ലാ പണിയും കഴിഞ്ഞ് നമുക്ക് മടക്കാൻ മൂടുണ്ടാവില്ല, നമുക്ക് മടിയായിരിക്കും. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസത്തെയും കൂടെ അതിലേക്കിടും. അങ്ങനെ കുന്നുപോലെ വരുന്ന നമുക്ക് സിറ്റുവേഷൻ നമുക്ക് തന്നെ പലപ്പോഴും ഉണ്ടാവാറില്ലേ? എല്ലാ വീട്ടിലും അങ്ങനെയാണെന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അങ്ങനെയല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം ഇങ്ങനെ കുന്നുകൂട്ടിയിട്ട് 2 ദിവസത്തെ എല്ലാം ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയായിരിക്കും. കാരണം ഇതെല്ലാം കൂടെ എടുത്ത് മടക്കി വെക്കേണ്ടതെന്ന്. പക്ഷേ നേരെ മറിച്ച് നമ്മൾ തുണി അയലിൽ നിന്ന് എടുക്കുന്ന സമയത്ത് തന്നെ, ഇപ്പോൾ നമ്മൾ അയലിലേക്ക് പോകുന്ന സമയത്ത് 2-3 കിട്ടിക്കഴിഞ്ഞാൽ അതങ്ങ് എടുത്തിട്ട് അപ്പം തന്നെ അങ്ങ് മടക്കി വയ്ക്കുക. അപ്പം നമുക്ക് ഒരു അടുക്കും ചിട്ടിയും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് എന്ത് കാര്യമാണെങ്കിലും അപ്പം തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളത്. നമ്മുടെ ബെഡ്, സോഫ, അതുപോലെ അടുക്കള ഇതെല്ലാം ഒന്നങ്ങ് പ്രോപ്പറാക്കിയിട്ട് വെച്ചാൽ തന്നെ അത്യാവശ്യം അടുക്കും ചിട്ടയും നമ്മുടെ വീട്ടിലുണ്ടാവും. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് അധികം ആരും ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. ഞാനും ഇത് ചെയ്യാൻ വളരെ വൈകിട്ടുള്ളത്. പക്ഷേ എൻ്റെ മോളുടെ ശീലത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണിത്.
വേറെ ഒന്നുമല്ല, ഒരു ചെറിയ വാക്കാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയുക, അതുപോലെ രാത്രി കിടക്കാൻ നോക്കുമ്പോഴും നമ്മളെ വീട്ടിലുള്ള എല്ലാവരോടും ഒരു ഗുഡ് നൈറ്റ് പറയുക. ഇത് അവൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല കേട്ടോ. അവൾ വലുതായപ്പോൾ അവൾ ചെയ്യുന്നൊരു കാര്യമാണ് ഇത് കേട്ട് കേട്ട് ഞങ്ങൾക്കും ഇതൊരു ശീലമായിട്ടുണ്ട് ഇപ്പോൾ. നമുക്കിപ്പം ഇത് ചെറിയ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണ്ടേ ശീലിക്കാത്തൊരു കാര്യങ്ങളിൽ മാറ്റം വരുത്തുന്നതാണ് ഇത്. നമുക്ക് ചെറിയ പ്രയാസമായിരിക്കും, പക്ഷേ നമ്മുടെ മക്കളെടുത്ത് ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇപ്പോൾ കുറേ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ പല പല സ്ഥലങ്ങളിലായിരിക്കും, അല്ലെ റൂമുകളിലായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. അപ്പോൾ അപ്പൂപ്പനെയും അമ്മൂമ്മയും അല്ലെങ്കിൽ ഉപ്പാപ്പയും ഉമ്മാമ്മയും ഒക്കെ കണ്ടിട്ട് രാത്രി ഒരു ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് മക്കളെടുത്ത് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുമ്പോൾ ആ ഫാമിലി ബോണ്ട് ഉണ്ടാവില്ലേ, അത് നമുക്ക് കുറച്ചും കൂടെ ഒന്നങ്ങ് എന്താ പറയുക ഉറപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് രാവിലെ ഇപ്പോൾ ഉപ്പാപ്പനെ കാണുമ്പോൾ അല്ലെങ്കിൽ അമ്മമ്മയെ കാണുമ്പോൾ അമ്മമ്മ ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ അറിയാതെ തിരിച്ചു പറയുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിലും അതുപോലെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിലും 10-20 പേരെടുത്ത് രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നൊരു ശീലം ഉണ്ടാവും. അതതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറിയും കഴിഞ്ഞു, നമുക്കൊന്നും തോന്നില്ല, അതങ്ങ് അറിയാതെ വന്നു പോകും. പക്ഷെ നമ്മൾ വീട്ടിലാണെങ്കിൽ ഈ ഒരു ശീലം കൊണ്ടുവരാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാകും, കാരണം അതുവരെ നമ്മൾ ചെയ്യാത്തതല്ലേ. എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്ക്. ഈ ഒരു കാര്യത്തിലൂടെ നല്ലൊരു മാറ്റം നമ്മുടെ ലൈഫിൽ വരുവാണെങ്കിൽ പിന്നെ എന്തിനാ അത് വേണ്ടാന്ന് വെക്കുന്നത്. ഇനി 4-മത്തെ ഒരു കാര്യമാണ്, നമ്മുടെ ഏത് സാധനമാണെങ്കിലും അതിനൊരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കുക എന്നുള്ളത്. നമ്മളിപ്പം അടുക്കളയിലുള്ള പാത്രങ്ങളാവട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന എന്തോ ആവട്ടെ, അതിനൊരു വാല്യൂ നമ്മൾ കൊടുക്കണം. കാരണം കാശ് കൊടുത്ത് മാത്രമല്ല, ഓരോ സാധനങ്ങളും വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസ് അതിൻ്റെ പുറകിലുണ്ടാവും. അപ്പോൾ ചില വീടുകളിലൊക്കെ കാണാം, ദേഷ്യം പിടിക്കുമ്പോൾ ഗ്ലാസ്സൊക്കെ എറിഞ്ഞ് ഉടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടേബിളിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് തട്ടി മാറ്റിയിട്ട് അത് നിലത്തേക്ക് വീണ് പൊട്ടുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ ചില വീടുകളിലൊക്കെ പലപ്പോഴും നമ്മൾ അറിയാറുണ്ട് അല്ലേ നടക്കുന്നത്. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നത് എത്ര വലിയ എന്താ പറയുക, നമ്മൾ ആ പ്രോപ്പർട്ടി കൊടുക്കുന്ന എന്ത് വാല്യൂ ഉള്ളത് ആ സമയത്ത്, ആ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കും. പക്ഷേ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ കൺട്രോൾ ചെയ്യുക പല കാര്യങ്ങളും. പ്രോപ്പർട്ടീസ് ഒരിക്കലും നമ്മൾ എന്താ പറയുക ഈ റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കരുത്. നമ്മുടെ വീട്ടിലെ ഓരോ കാര്യവും നമ്മുടെ പേഴ്സണൽ അസറ്റാണെന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാലോ, അടുക്കളയിൽ ഇപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നത് അത് ചിലപ്പോൾ നമ്മൾ മാത്രമായിരിക്കും. ടി വിയിൽ പൊടി തുടക്കുന്നത് ചിലപ്പോൾ, അല്ലെങ്കിൽ മാറാവല തട്ടുന്നത് ചിലപ്പോൾ ഹസ്ബൻഡ് മാത്രമായിരിക്കും. ഇങ്ങനെയുള്ള പല വീടുകളുണ്ട്. പക്ഷേ എല്ലാം എല്ലാവരുടെയും സ്വന്തമാണെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് കൊണ്ടു നടക്കാനും പറ്റും. എല്ലാ സാധനങ്ങൾക്കും നമ്മൾ അതിൻ്റെ മൂല്യം കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവാനും പറ്റും. ഇതിപ്പം എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവുക ഞാൻ എല്ലാ പണികളും ചെയ്ത് തീർക്കുന്നതായിട്ടായിരിക്കും. അത് എനിക്കിപ്പം എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ മോക്കോ വീഡിയോയിലേക്ക് വരാൻ താല്പര്യമില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കാത്ത സമയങ്ങളിൽ നമ്മളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളല്ല, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ അധികവും എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ തന്നെയാണ് മുന്നോട്ട് ഇറങ്ങാറുള്ളത്. ഇപ്പോൾ കുക്കിങ്ങൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്. പക്ഷേ അത് വീഡിയോയിലേക്ക് ഞാൻ കൊണ്ടുവരാറില്ലെന്ന് മാത്രം. പല വീടുകളിലും പല പല സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ, പക്ഷേ എല്ലാം നമുക്ക് ഇങ്ങോട്ട് കാണിക്കാനും പറ്റില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ വീട്ടിലെ ഓരോ സാധനവും അത് നമ്മുടെ പേഴ്സണൽ അസറ്റാണ്, നമ്മുടെ പ്രോപ്പർട്ടി ആണെന്ന് ചിന്തിച്ചാൽ തന്നെ ഓരോ സാധനത്തിൻ്റെയും ആ ലൈഫ് നമുക്ക് കൂട്ടാൻ പറ്റും. പെട്ടെന്ന് എറിഞ്ഞുടക്കാൻ നമുക്കൊന്നും തോന്നില്ല, കാരണം അത് കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. അത് വാങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ അച്ഛൻ അതെൻ്റെ കയ്യിൽ എത്തിച്ചു തന്നത്. അങ്ങനെയുള്ള മെമ്മറീസൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പം ഓരോ അസറ്റിനും അല്ലെങ്കിൽ ഓരോ വസ്തുവിനും നമ്മൾ അതിൻ്റേതായിട്ടുള്ള മൂല്യം കൊടുക്കുക. വീട്ടിലുള്ള ജീവനുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കൾക്കും കൂടെ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കണം. അതും നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയല്ലേ. ഇനി 5-മത്തെ കാര്യം, നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ നമുക്കിപ്പം എല്ലാവരുടെയും ഹെൽപ്പ് വേണം. ഒരിപ്പം 10-15 വയസ്സ് വരെ, അല്ലെങ്കിൽ നമ്മളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആവുന്നത് വരെ നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ അവർ പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലങ്ങ് ചിന്തിക്കുക. ഇപ്പം നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവും, എന്നാലും നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ മാക്സിമം നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. എന്ന് വെച്ചിട്ട് അവരുടെ സപ്പോർട്ട് വേണ്ടെന്നല്ല, അവരുടെ സപ്പോർട്ട് വേണം. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ ഒന്ന് പുഷപ്പ് ചെയ്യാനൊക്കെ നമ്മൾ കൂടെ ആൾ വേണം. എന്നാലും അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് അപ്പുറത്തേക്ക് നമ്മുടെ കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പം അമ്മ ചെയ്തു തരും അല്ലെങ്കിൽ അച്ഛൻ ചെയ്തു തരും, അങ്ങനെ ചിന്തിക്കാതെ, അല്ലെങ്കിൽ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, അതൊന്നും ചെയ്യാതെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം നമ്മൾ തന്നെ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് നമ്മളത് ശീലിപ്പിക്കുക. ചിലപ്പോൾ ഉണ്ടാവും കുട്ടികൾ ഇപ്പം 10
11 വയസ്സുള്ള മക്കളൊക്കെ ഇപ്പോഴും അച്ഛൻ രാത്രി അല്ലെങ്കിൽ രാവിലെ ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് വെക്കുന്നത് കാണാം. പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക, അവരുടെ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശീലിപ്പിക്കുക. ഇപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്ലേറ്റ് അവിടെ തന്നെ വെച്ചിട്ട് എഴുന്നേറ്റ് പോയിട്ട് കഴുകുന്ന മക്കളുണ്ടാവും. അറ്റ്ലീസ്റ്റ് അവർ തിന്ന പാത്രം അവർ കഴുകിയിട്ടില്ലെങ്കിലും അതെടുത്തിട്ട് ആ സിങ്കിൻ്റെ അടുത്ത് വെക്കാനെങ്കിലും അവരുടെ അടുത്ത് പറയുക. അപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തത നേടുക എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ. കാരണം അവരവരുടെ കാര്യങ്ങൾ അവരവർ തന്നെ ചെയ്ത് ശീലിച്ചാൽ തന്നെ നമ്മൾ ഏത് സിറ്റുവേഷനിൽ എത്തിപ്പോയാലും നമ്മൾ അവിടെ നിന്ന് പിടിച്ചു നിന്നോളും. നമ്മളിപ്പോൾ വീട് മാറി വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ മക്കൾ പോകുമ്പോൾ അവർക്കിപ്പം അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് ശീലമില്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ടു പോകും. ഇനി 6-മത്തേത്, വീട്ടിലിപ്പം ഒരു വീടാവുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളോ എല്ലാം ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുന്നേ, ബെഡിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ അതങ്ങ് പറഞ്ഞ് തീർക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക. ഒരിക്കലും ഒരു ശ്മശാന മൂകതയോട് കൂടിയിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോകരുത്. കാരണം വീട് എപ്പോഴും ഒരു ശ്മശാനത്തിലാക്കാനുള്ളതല്ല, ലൈവായിട്ടുള്ളതാണ്. അപ്പം വീട്ടിലെ അച്ഛനും അമ്മയും മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ട് വഴിക്കാവുമ്പം അവിടെ മക്കളെ കാര്യം നിങ്ങൾ ഓർക്കണം. അപ്പോൾ കുട്ടികളെ നിങ്ങളെല്ലാം നമ്മൾ ഓർക്കണം. മക്കൾ അതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ഹസ്ബൻഡും വൈഫൊക്കെ ആണെങ്കിൽ നമ്മളത് പറഞ്ഞ് തീർക്കുക. ഇനിയിപ്പം അമ്മായിയമ്മയായിട്ടാണെങ്കിലും അത് നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ് തീർത്ത് നമ്മൾ വീടിനെ വീടാക്കിയിട്ട് മാറ്റുക. ഇനി 7-മത്തെ കാര്യം, നമ്മൾ ഏതൊരു വീട്ടിൽ കയറുവാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിലും നമ്മുടെ ചെരുപ്പോ ഷൂവോ വീടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഡോറിൻ്റെ സൈഡെങ്കിലും അഴിച്ചിട്ടിട്ട് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇതിപ്പം എൻ്റെ വീട്ടിലിപ്പം അങ്ങനെ ഇതുവരെ ആരും വന്നിട്ടില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആതിഥ്യ മര്യാദ കാരണം ഒന്നും പറയുന്നുണ്ടാവില്ല. പക്ഷേ അത് വരുന്നവരും നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്തും നമ്മളത് ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഹൗസ് വാമിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാറില്ലേ, നല്ല എന്താ ഭംഗിയുള്ള ഒരുക്കി വെച്ചിട്ടുള്ള വീട്ടിൽ എല്ലാവരും ചെരുപ്പിട്ടിട്ട് കയറുന്നത് കാണാറില്ലേ. പക്ഷേ എന്തോ എനിക്ക് അതിനോട് പേഴ്സണലി യോജിക്കാൻ പറ്റില്ല. എല്ലാവരുടെ കാര്യം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അതിപ്പോൾ ഹൗസ് വാമിംഗ് ആണെങ്കിലും ഇതുപോലെ സൈഡിൽ ഇപ്പം അഴിച്ചിട്ടിട്ട് ശേഷം മാത്രമാണ് ആ വീട്ടിൽ കയറാറുള്ളൂ. ചിലപ്പോൾ മറ്റുള്ളവർ ഈ ചെരുപ്പ് ചവിട്ടിയിട്ട് കയറിയിട്ട് ആ പൊടി നമ്മുടെ കാലിലാകും, അതൊക്കെ ശരിയാണ്. പക്ഷേ എനിക്കെന്തോ അത്രയും നല്ലൊരു വീട്ടിൽ കയറുമ്പോൾ അങ്ങനെ ചെരുപ്പോട് കൂടി പോകാൻ എനിക്ക് തോന്നാറില്ല. അത് ഓരോരുത്തരുടെ ശീലങ്ങളോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ചിന്താഗതിയായിരിക്കും, മാറ്റങ്ങൾ ഉണ്ടാകാം. ഇനി ലാസ്റ്റ് ഒരു കാര്യവും കൂടെ, 8-മത്തേത്, ഇത് നമ്മൾ പ്രാവർത്തികമാക്കാൻ നമുക്ക് മുഴുവനായിട്ട് പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാരണം ഇൻ്റർനെറ്റ് യുഗമാണ്, നമ്മുടെ സ്മാർട്ട് ഫോൺ എല്ലാവരുടെ കയ്യിലുണ്ടാവും. ഫോണും നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്ന ശീലത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ മൂലയ്ക്ക് ഇരുന്നിട്ട് അവനവരുടെ പ്ലേറ്റിൽ സാധനങ്ങളും കൊണ്ടുപോയിട്ട് നമ്മൾ കഴിക്കും. പക്ഷേ ഇത് നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ മാറ്റം നടത്തിയേ പറ്റൂ. ഒന്നുമില്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണമെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് കഴിക്കുക, വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പം തന്നെ നമ്മുടെ മക്കൾക്കും ഒരുപാട് കാര്യങ്ങൾ, സ്കൂളിലെ വിശേഷമാണെങ്കിലും കോളേജിലെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും. നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് ഈ ഒരു ഫുഡ് കഴിക്കുന്ന നേരത്തേക്ക് മാറ്റുക. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ നേരവും നമുക്കത് പറ്റിയെന്ന് വരില്ല. പിന്നെ രാവിലത്തെ തിരക്കിലൊന്നും നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. ഉച്ചയ്ക്ക് പലരും പല വഴിക്കുമായിരിക്കും. രാത്രിയെങ്കിലും ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. നമ്മുടെ ഫാമിലിയെ, നമ്മുടെ കുടുംബത്തെ ഒരു കുടക്കീഴിലാക്കുക എന്നൊക്കെ പറയില്ലേ, അതിന് ഈ ഒരു സമയമെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണേ. ഏതെങ്കിലും രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും അഭിപ്രായ വ്യത്യാസവും അറിയിക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്